കോഴിക്കോട് അരീക്കാട് ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണു. വീടിന്റെ മേൽക്കൂര ബാക്കി ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പതിച്ചു. ഒരു ട്രാക്കിലൂടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രാക്കിലൂടെ മംഗലാപുരം എക്സ്പ്രസ് കടത്തിവിട്ടു. വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, കനത്ത മഴയാണ്. അപ്പോൾ മഴയുടെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്. ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റു നീക്കങ്ങൾ? വർഷ ട്രെയിൻ ഗതാഗതം 10 മണിയോടുകൂടിയാണ് പുനഃസ്ഥാപിച്ചത്. അത് ഒരു ട്രാക്കിലൂടെ മാത്രമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. 6:50-55 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റ് വീശുകയായിരുന്നു, മഴയും ഉണ്ടായിരുന്നു. ആ ശക്തമായ കാറ്റിൽ 3 മരങ്ങളാണ് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം ആ മരങ്ങൾ മുറിച്ചു മാറ്റി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വീടിൻ്റെ മേൽക്കൂര, ഷീറ്റിട്ട വീടിൻ്റെ മേൽക്കൂര ഒന്നായിട്ട് തന്നെ ഈ ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു. ഒരു വശത്തുള്ള ട്രാക്കിലേക്ക് പതിച്ചു. മരങ്ങളും അതേപോലെ തന്നെ ഈ ഷീറ്റും, മേൽക്കൂരയുടെ ഷീറ്റും വീണതോടെ വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം ഒരു 200 മീറ്റർ അകലെ ജാംനഗർ എക്സ്പ്രസ് എത്തിയിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ട്രെയിൻ സിഗ്നൽ ലഭിക്കുകയും ആളുകൾ ഓടി വിവരമറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ട്രെയിൻ പെട്ടെന്ന് തന്നെ പിടിച്ചിടാൻ സാധിച്ചു. മറ്റ് അപകടങ്ങളൊന്നുമില്ല. ഈ പ്രദേശത്ത് നിരവധി വീടുകൾക്ക് മുകളിലേക്ക് ചെറുതും വലുതുമായ മരങ്ങൾ വീണിട്ടുണ്ടായ അപകടങ്ങളാണ് നിലവിലുള്ളത്. എന്തായാലും 3 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സും അതേപോലെ തന്നെ റെയിൽവേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്ന് ഒരു ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മുഴുവൻ ട്രെയിനുകളും വൈകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഭാഗം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേൽക്കൂര ഷീറ്റ് എടുത്തു മാറ്റിയാൽ തന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ ട്രാക്കിലൂടെ ട്രെയിൻ ഗതാഗതം പഴയ നിലയിൽ ആവാൻ സമയമെടുക്കുമെന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇത് മാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായാണ് ഫയർഫോഴ്സും ഒപ്പം റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും നടപടികൾ പുരോഗമിക്കുകയാണ്. ട്രെയിൻ ഗതാഗതം താറുമാറായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലയിടത്തും ട്രെയിനുകൾ പിടിച്ചിട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വർഷ, ലതീഷ്, ഈ വീടിന്റെ മേൽക്കൂരയാണ് മറിഞ്ഞ ട്രാക്കിലേക്ക് കിടക്കുന്നത്. അപ്പോൾ വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും പരിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീടിൻ്റെ മേൽക്കൂര എന്ന് പറയുമ്പോൾ 1-ാം നിലയല്ല, 2-ാം നിലയിലാണ്. മുകൾ ഭാഗത്താണ് ഉണ്ടായിരുന്ന ഇതാണ് പറന്നുപോയത്. വാർപ്പിട്ട വീട് തന്നെയാണ്. അതിൻ്റെ മുകളിലുള്ള ഷീറ്റിട്ട ഭാഗം, ആ ഷീറ്റ് മേൽക്കൂര ഒന്നാകെ തന്നെ പറന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. ഏതായാലും 50 മീറ്ററിന് അകലെ മാത്രമാണ് ഈ വീട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ കാറ്റത്ത് ഈ ഷീറ്റ് മേൽക്കൂര ഒന്നാകെ തന്നെ പറന്ന് ഈ റെയിൽവേ ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു. ട്രാക്കിലേക്ക് പതിക്കുക എന്ന് പറഞ്ഞാൽ റെയിൽവേ ലൈനിൽ പതിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്ന സാഹചര്യമുണ്ടായത്. അത് വെൽഡിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമായിരിക്കും ഒരു സാധാരണ നിലയിലേക്ക് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള നടപടികൾ എന്തായാലും പുരോഗമിക്കുകയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഫയർഫോഴ്സ് ജീവനക്കാരുമെല്ലാം ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി അല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വർഷ, ഇപ്പോൾ ആ റെയിൽവേ ലൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മേൽക്കൂര കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് കടന്നിട്ടുള്ളത് അല്ലേ? തീർച്ചയായും 3 മരങ്ങളാണ്, 2 മാവ് ഉൾപ്പെടെ 3 മരങ്ങളാണ് കടപുഴകി ട്രാക്കിലേക്ക് വിടത്. അത് വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടു കൂടി അത് മുറിച്ചു മാറ്റുന്ന നില ഉണ്ടായി. എന്നാൽ ഈ ഷീറ്റ് മുറിച്ച് മാറ്റുക അത്ര എളുപ്പമുള്ള ജോലിയല്ല. കാരണം വെൽഡിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മുകളിലേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്. അധികം സമയമെടുക്കാതെ തന്നെ ഇത് മാറ്റാൻ കഴിയും എന്നാണ് മനസ്സിലാകുന്നത്. മാറ്റിയാൽ തന്നെ ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ പൊട്ടിയ ഇലക്ട്രിക് ലൈനുകൾ തമ്മിൽ യോജിപ്പിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ട്രെയിൻ ഗതാഗതം നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ട്രാക്കിലൂടെയുള്ള 2ാമത്തെ ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അതിനൊരു 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും
വേണ്ടിവരുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. ലതീഷാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലതീഷ കേൾക്കാമോ? കേൾക്കാം. ലതീഷ, ഈ നിലവിൽ ഇനി ആ ട്രാക്കിൽ നിന്ന് ആ മേൽക്കൂര കമ്പിയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്, റെയിൽവേ കമ്പിയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അത് നീക്കി ഒരുപക്ഷെ ഇനി മണിക്കൂറുകൾ എടുക്കും വീണ്ടും ഒരു റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ, അല്ലേ? അതെ, ഈ ട്രാക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കൂടുതൽ സമയം എടുക്കും. ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് അധികൃതർ തന്നെ പറയുന്നത്. എന്നാൽ ഒരു ട്രാക്കിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചതിനാൽ ട്രെയിനുകൾ വൈകിയെങ്കിലും ട്രെയിൻ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ട്രെയിൻ ഗതാഗതം ഒരു ട്രാക്കിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കോർപ്പറേഷൻ കൗൺസിലർ ഷമീന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷമീന, എന്താണ് സംഭവിച്ചത്? നിരന്തരമായി മഴയും കാറ്റും ഒക്കെ വന്ന് വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചില ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ജില്ലാ നേതൃത്വത്തിന് അതായത് അഡ്വക്കേറ്റ് PM മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും അതേപോലെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം, ഈ ഒരു അപകടം നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ 2 ട്രാക്കിൻ്റെ അരികിലായിട്ടുള്ള വമ്പ മരങ്ങൾ മുറിച്ച് മാറ്റാൻ വേണ്ടി നമ്മൾ റെയിൽവേനെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പക്ഷേ ഇന്നേ വരെ 3 വർഷക്കാലമായ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നേ വരെ ഒരു മാറ്റം റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളാണ് ഓടിയെത്തിയത്. ആ യാത്രക്കാർക്ക് ഒരു സുരക്ഷാ സംവിധാനം പോലും ഈ റെയിൽവേ ഒരു സംവിധാനം ഒരുക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇത്തരം ഒരു അപകടം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ മുകളിൽ ഒരു മരം വീണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ ഈ ഭാഗങ്ങളിലേക്ക് എത്തുക? കാരണം 2 ഭാഗങ്ങളിലായി കമ്പി വേലി ഇട്ടിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുക റെയിൽവേ. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്? മാത്രമല്ല, നമുക്കറിയാം പല പ്രദേശങ്ങളിൽ ഇത്തരം പ്രയാസങ്ങളും ആ പ്രദേശമുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതിനൊരു മാറ്റമില്ല. ഒരു സുരക്ഷാ സംവിധാനം പോലും റെയിൽവേ യാത്ര ചെയ്യുന്ന ആളുകൾക്കില്ല എന്ന് വേണം പറയാൻ. ഇവിടെ മരം വീണിട്ട് ഈ റെയിൽവേ അധികൃതർ എത്തുന്നതിന് മുന്നേ ഇവിടുത്തെ പ്രദേശവാസികൾ ഓടി വന്നിട്ടാണ് വരുന്ന ട്രെയിൻ തടസ്സപ്പെടുത്തിയതും ട്രാക്കിൽ വീണ മരം മുറിച്ച് മാറ്റുന്നതൊക്കെ ഈ പ്രദേശവാസികളാണ്. എന്നതിന് ശേഷമാണ് ഇവിടുന്ന് റെയിൽവേ അധികൃതർ എത്തുന്നത്. അതല്ലെങ്കിൽ ആ ജനങ്ങൾ ഇവിടെ പൊതുജനങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ വലിയൊരു ദുരിതത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കണേ. എന്തായാലും ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും റെയിൽവേക്ക് പരാതി ഉൾപ്പെടെ നൽകിയെങ്കിലും അതിലൊരു പരിഹാരം ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം വലിയ മരങ്ങൾ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. മേൽക്കൂര സ്വാഭാവികമായും ഈ ശക്തമായ കാറ്റിൻ്റെ തുടർന്ന് പറന്ന് വീഴുന്ന ഒരു നിലയാണ് ഉണ്ടായത്. എന്തായാലും ആളുകൾ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് റെയിൽവേക്ക് പരാതി നൽകിയിരുന്നു. ആ കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. കോഴിക്കോട് അരീക്കോടാണ് ആ സംഭവം. ഇപ്പോൾ അവിടെയുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് റെയിൽവേയോട് പല തവണ ഈ അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് റെയിൽവേ കടന്നില്ല എന്നുകൂടിയാണ് അവിടെ നിന്നുമുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ ആ മേൽക്കൂര, നിലവിൽ റെയിൽവേ കമ്പിയിൽ കുടുങ്ങിക്കിടക്കുന്ന മേൽക്കൂര മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് AK ലതീഷ് നൽകിയത്.